ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും CL സൊല്യൂഷനുടെ അടുത്തൊരു ഗെയിം പ്ലേയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് എപ്പിസോഡ് 1 ആണ്. ആദ്യത്തെ മരം മുറിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇവിടെ വെക്കുന്നത് ഞങ്ങൾ ഡ്രാഗനൊക്കെ കൊന്നു കഴിയുമ്പോൾ ഡ്രാഗൻ്റെ എഗ്ഗ് വെക്കാനാണ്. എന്നിട്ട് ഈ വുഡും വെച്ചിട്ട് ഞങ്ങൾക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റാർട്ട് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക, ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലത്തെ ഗോള് ഹൗസ് ഉണ്ടാക്കണം. ഈ സ്റ്റോണൊക്കെ മൈൻ ചെയ്യട്ടെ. ഒരു 10 എണ്ണം മൈൻ ചെയ്യാം. ക്രാഫ്റ്റ് ടേബിളിൽ നിന്ന് ആക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഒരെണ്ണിരിക്കട്ടെ. ഇനി ഞങ്ങൾക്ക് ഷീപ്പിനെ കൊല്ലാം. ഞങ്ങൾക്ക് വൂള് വേണം. വൂള് കുറച്ച് ഫുഡും വേണം. ഞങ്ങൾക്ക് നീല ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ നീല ഫ്ലവർ എടുക്കാണ്. ഇവിടെ ആ ഷീപ്പൊന്നും കാണാനില്ല. ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. അല്ല, കേവല്ല. ഒരു ഷീപ്പിനെ കണ്ട് ഇതിനെ കൊല്ലാം. ഞങ്ങളുടെ ബെഡ് കണ്ടുപിടിക്കണം. ഇതേ അവിടെ മരമുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് വൂള് കണ്ടുപിടിക്കാം. ദേ ഇവിടെ 2 ഷീപ്പ് കണ്ട്. ഇനി ഞങ്ങൾക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. നീല ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ദേ ഇപ്പം എന്തോരം ഷീപ്പാണ്. ഞങ്ങൾക്ക് 2 ഇത് വേണം. രണ്ട് വുഡ് വേണം. ഇവിടെ വുഡിന്റെ ക്ഷാമമാണ്. പ്ലെയിൻസ് ആണ്. പരന്നെടുക്കാം. ഇനി ഞങ്ങൾക്ക് ഊഴുണ്ടാക്കാം. എന്നിട്ട് ഞങ്ങൾക്ക്
ഡൈ ഉണ്ടാക്കാൻ പൂവില്ല. ഇല്ല. ഞങ്ങൾക്ക് കുറച്ച് മീറ്റ് തിന്നാം. രണ്ട് പൂവ് എടുക്കാം. എന്നിട്ട് ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാം. ഇതിവിടെ പൂവൊന്നുമില്ല. ഇവിടെ 2 പൂവുണ്ട്. ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം ഞാൻ ഇവിടെ പൊളിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾക്കൊരു നീല ബെഡ് ഉണ്ടാക്കാം. അയ്യോ, നീല വൂള് വേണം. ഇനി ഞങ്ങൾക്ക് നീല ബെഡ് ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടത്തെ സാപ്ലിംഗ് ഒക്കെ എടുത്ത് നട്ടു വെക്കാം. ഇത്രയും സാപ്ലിങ്സ് ഉള്ളൂ. നട്ടു വെച്ചാൽ പിന്നെ ഉപകാരപ്പെടും. കുറച്ച് നീട്ടി വെക്കാം, അപ്പോൾ പെട്ടെന്ന് വളരും. അവിടെ കുറേ വുഡ് ഉണ്ട്, അത് മൈൻഡ് ചെയ്യാം. ഇതവിടെ തേനീച്ചയുമുണ്ട്. ഇത് 2 തേനീച്ചക്കൂട്. ഇത് അവിടെ ഒരെണ്ണം, ഇത് ഇവിടെ ഒരെണ്ണം. ഇത് 3-മത്തെ, ഇത് 4-മത്തെ. ഇതെന്താണിത്? നിങ്ങൾക്ക് വെള്ള ഹൗസ് ഉണ്ടാക്കാം. അയ്യോ, വഴിമറിന്ന് പോയി. തൽക്കാലത്തേക്ക് ഇത്രയും വുഡ് മതി. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാ. ഇതിവിടെ തേനീച്ചയുണ്ട്. ഇതിവിടെ കുറേ തേനീച്ചക്കൂടുണ്ട്. ഫാമൊക്കെ ഉണ്ടാക്കാം. ആൾക്ക് കുറച്ച് ഫുഡ് ഹങ്കർ ഫുള്ളാക്കാം. ഞങ്ങൾക്ക് കുറേ വുഡ് ഉണ്ടാക്കാം. കുറച്ച് വുഡ് വെച്ചിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം, എല്ലാം സ്റ്റോർ ചെയ്തൊക്കെ. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ആവശ്യമില്ലാത്തെല്ലാം സ്റ്റോർ ചെയ്തൊക്കാം. ഇത്രയും മതി. ഞങ്ങൾക്കൊരു ചെറിയ വീട് ഉണ്ടാക്കാം. ഇതും കൂടി എടുത്ത് നോക്കണം. നമുക്ക് കിടന്നുറങ്ങാം. ലാഗ് അടിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാം. ഇനി ഞങ്ങൾക്ക് വീടുണ്ടാക്കി കാണാം.
വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഞാനിവിടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അയണൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കണേ. ഇതേ വീടിൻ്റെ പണി ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മര്യാദക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. മേൽക്കൂരൊന്നും വേണ്ട. ഞാൻ കുറച്ച് മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോപ്പറിൽ നിന്ന് തന്നെ കുറേ കോപ്പർ കിട്ടി. ഒരെണ്ണത്തിലല്ല, കുറേ കോപ്പർ ബ്ലോക്സ് കിട്ടി. അതിൽ നിന്ന് എനിക്ക് 26 കോപ്പർ കിട്ടി. എനിക്ക് ഇന്ന് തന്നെ ചിലപ്പോൾ കോപ്പർ ആർമർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞങ്ങൾ ഇന്ന് കോപ്പർ ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെറിയ വീടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ്, പിന്നെ ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ലെഗിൻസും, പിന്നെ ബൂട്ടും ഉണ്ടാക്കിയ. പിന്നെ ഇത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ആർമറൊക്കെ ഇങ്ങനെ എനിക്ക് 3-4 അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയണും കൂടി സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അയണിനടുത്ത് ഈ പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അയൺ സ്മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഷീൽഡും ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾക്കൊരു ഷീൽഡും ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നാളത്തെ എപ്പിസോഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.